ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവം നമ്മളേവരെയും വിളിച്ച് തന്നെ ആരാധിക്കാനായി നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആരാധനയിലൂടെ നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ പല തടസ്സങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സമാധാനം കാക്ഷിച്ചാണ് നമ്മൾ ആരാധനയ്ക്കായി ചെല്ലുക. കാരണം സമാധാനം നൽകുന്നവനാണ് അവിടുന്ന്, സംതൃപ്തി നൽകുന്നവനാണ് അവിടുന്ന്. സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ, ദൈവസന്നിധിയിലെത്തുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. സമാധാനത്തിൽ നിന്ന് നമ്മൾ സന്തോഷത്തിലേക്ക് കടന്നു വരും. സന്തോഷമുള്ളവർ സ്നേഹിക്കുവാൻ തുടങ്ങും. ആ സ്നേഹം സ്വാർത്ഥയുടെ ഒരു സ്നേഹമല്ല, പിന്നെയോ തന്നെ നൽകുന്ന, സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന സ്നേഹമായി മാറും. നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ പ്രതിവചിച്ചു, നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ കേൾക്കുക. തുടർന്ന് പറയുന്നത്, അതായത് യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ് തുടങ്ങുക, ഇസ്രായേലെ ശ്രവിക്കുക എന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇസ്രായേലെ ശ്രവിക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനകളൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് സാഹോദര്യ സ്നേഹത്തിലേക്ക് കടന്നു വരും. ദൈവസ്നേഹത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ് ദൈവസ്നേഹവും പരസ്നേഹവും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ സഹോദരനെ സ്നേഹിക്കും. ആരാണ് നിന്റെ സഹോദരൻ? ഒരു ചോദ്യമുണ്ട്. ആരാണ് നിന്റെ സഹോദരൻ? നിന്റെ സഹായം ആർക്കാണ് ആവശ്യമുള്ളത്, അവനാണ് നിന്റെ സഹോദരൻ. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപയും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.